നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. എല്ലാവരും ചെണ്ടുമല്ലിയൊക്കെ കൃഷി നമ്മളുടെ ടെറസിലോ മുറ്റത്തോ പറമ്പിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചെണ്ടുമല്ലി കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എപ്പോഴും ഫോൺ വിളിച്ച് പല ആളുകളും സംശയം ചോദിക്കുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് പറയട്ടോ. ചെണ്ടുമല്ലി കൃഷി ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് അത് നമ്മൾ നിശ്ചയിക്കുകയാണ്. നമുക്ക് വിപണി ഓണത്തിന് കിട്ടുമെങ്കിൽ അതിനനുസരിച്ച് നടുക. അപ്പോൾ ഓണത്തിൻ്റെ പൂക്കളാണ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ മഹാനവമി വിജയദശമി നാളുകളിലേക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കൂടുതൽ എപ്പോഴും ഫ്ലവർ മാർക്കറ്റിനോട് അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഏത് സമയത്തും കൃഷി ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഓണത്തിൻ്റെ വിപണിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലൊക്കെ ധാരാളം ഈ തൈ വിൽപ്പനക്കാരും ഏജൻസികളൊക്കെ കേരളത്തിൽ ധാരാളം തൈ കൊടുത്തു. നമ്മളെ അടുത്തൊക്കെ ആ സമയത്ത് ആളുകൾ തൈ എത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ലേറ്റായിട്ട് തരുള്ളൂ എന്ന് പറയുമ്പോൾ ശരി ഞങ്ങൾ വേറെ വാങ്ങാം എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ വേറെ ആളുകളടുത്തുനിന്നും വേറെ ഏജൻസികളടുത്തുനിന്നും സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്നും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഈ ജൂണിൽ മേടിച്ച ആളുകൾ ഇപ്പോൾ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു മൊട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മൊട്ട് വന്നിട്ട് നമുക്കതിൻ്റെ മാക്സിമം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ മാക്സിമം മൊട്ട് വന്നു പോകും. അപ്പോൾ ഓണത്തിലെ ലാസ്റ്റിലേക്ക് പൂവ് വളരെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത സമയം പാലിക്കണം. എപ്പോഴും ഞാൻ എന്നോട് സംശയം ചോദിക്കാനുള്ള ആളുകളോടോ എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളോടോ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രവർത്തനം ചെയ്യുന്നത് എഴുതി വയ്ക്കുക. എന്ന് തൈ നട്ടു, എന്ന് വളം കൊടുത്തു, എന്ന് തല മുറിച്ചു, ഏത് വളമാണ് ഏത് ഘട്ടത്തിൽ കൊടുത്തത് എല്ലാം എഴുതി വയ്ക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമായിരിക്കാം, അത് ചിലപ്പോൾ എല്ലായിടത്തും സക്സസ് ആയി എന്ന് വരില്ല. മറ്റൊരാളുടെ അനുഭവങ്ങളും കേൾക്കുക. അതൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് കൂടി എഴുതി മാർക്ക് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം വേണം ഇത് തുടങ്ങാൻ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ജൂലൈ 1 തൈ നടുകയാണെങ്കിൽ 30 ദിവസം 25 ദിവസം 30 ദിവസം പ്രായമുള്ള തൈയാണ് നമുക്ക് കിട്ടുക. കുറച്ച് ഗ്രോത്ത് ഉള്ള തൈയാണെങ്കിൽ 30 ദിവസം 25 ദിവസം. ഈ 25 ദിവസമുള്ള തൈ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു വിത്തിട്ട് 45-ാം ദിവസം ഫസ്റ്റ് മൊട്ട് വരും ഈ ഹൈബ്രിഡിലൊക്കെ. അപ്പോൾ വിത്തിട്ട് 45-ാം ദിവസം മൊട്ട് വരിക എന്ന് പറഞ്ഞാൽ 30 ദിവസമായ തൈ 15 ദിവസം കൂടി കഴിയുമ്പോഴേക്കും മൊട്ട് വരുമല്ലോ, 45. അപ്പോൾ നമ്മൾ തൈ നട്ട് 15-ാം ദിവസം ആകുമ്പോഴേക്കും മൊട്ട് വരും. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ജൂലൈ 1 തൈ നട്ട ആളുകൾ ഈ മൊട്ട് വന്നതിൻ്റെ ശേഷം തല മുറിക്കരുത്. അപ്പോഴേക്കും വളർച്ച കുറച്ച് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൈ നട്ട് 10-ാം ദിവസം തല മുറിക്കുന്നത്, പ്രൂണിങ് നടത്തുന്നത്. ഇപ്പോൾ ജൂലൈ 1 നട്ടു, ജൂലൈ 10 കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തല മുറിച്ചു. അപ്പോൾ ഈ പൂവുണ്ടാവാനുള്ള മൊട്ട് വരാനുള്ള ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞാൽ പുതിയ ചെനപ്പുകൾ പൊട്ടാനാണ് അത് നിൽക്കുക. അങ്ങനെ അതിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിച്ച് ചില അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്ന ആളുകൾക്ക് 2 തവണ പ്രൂൺ ചെയ്യാം. അല്ല, ഈ പ്രൂൺ ചെയ്യുന്നതിൻ്റെ മുന്നേയും പ്രൂൺ ചെയ്തതിന് ശേഷം ഏകദേശം നല്ല തോതിൽ നൈട്രജൻ വളങ്ങളും ഫോസ്ഫർ വളങ്ങളും ഒക്കെ ഇട്ട് കൊടുത്ത് അതിനെ നല്ല പുഷ്ടിപ്പെടുത്തി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് മൊട്ട് വരുന്ന തരത്തിൽ, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ മൊട്ട് വരുന്ന തരത്തിൽ നമ്മൾ അതിനെ പിന്നെ പ്രൂൺ ചെയ്യാതിരിക്കുക. പിന്നെ അല്പം പൊട്ടാഷ് വളങ്ങളൊക്കെ കൂട്ടി കൊടുക്കുക. ഇതാണ് ക്രമം. ഇനി ഇപ്പോൾ കുറേ ആളുകൾ വിളിച്ചിട്ട് ഇപ്പോൾ തൈ കിട്ടാണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പല ആളുകളുടെ അടുത്തും കോൺടാക്ട് ചെയ്യും. പല സ്ഥലത്ത് കുറച്ച് തൈകളുണ്ട്, വിത്ത് മുളച്ചു വരുന്ന തൈകൾ. അപ്പോൾ ബേബി പ്ലാന്റുകളായിട്ട്, അതായത് ആ ബീജപത്രി കഴിഞ്ഞിട്ട് ആ കുനിപ്പ് പോലുള്ള ഇലകൾ കുറച്ച് വന്ന ചെടികളൊക്കെ കിട്ടും. അത് ഏകദേശം 10 ദിവസം 15 ദിവസമൊക്കെ പ്രായമുള്ള തൈയാണ്. അതാണ് നമ്മൾ നടുന്നത് എങ്കിൽ ഇനി പ്രൂൺ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആ തൈ ഏകദേശം ഒരു 15 ദിവസം കണക്കാക്കി നട്ടാൽ 45 ദിവസം, അതായത് ഒരു മാസം കൂടി കഴിഞ്ഞിട്ടാണ് അതിൽ ഫസ്റ്റ് മുട്ട് വരിക. അപ്പോൾ ജൂലൈ ഇപ്പോൾ 10 അപ്പോൾ ഈ 10-ാം തീയതി നാളെ അല്ലെങ്കിൽ നാളെ നട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ അത് പൂവ് ഇടണമെങ്കിൽ ഏകദേശം ഓഗസ്റ്റ് 10 ഓഗസ്റ്റ് 15 കഴിഞ്ഞ് ഓഗസ്റ്റ് 20 ആകുമ്പോഴേക്കാണ് മൊട്ട് വരിക. അപ്പോൾ നമ്മളതിനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മൊട്ടുണ്ടാവാനുള്ള സമയം ഓണത്തിലേക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ബേബി പ്ലാന്റുകളാണ്, വളരെ ചെറിയ പ്ലാന്റുകളാണ് നിങ്ങൾ വെക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ 10-ാം തീയതി 15-ാം തീയതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആളുകൾ വെച്ച ഉടനെ കുറച്ച് വലിപ്പമുള്ള തൈയാണെങ്കിൽ, ചെറിയ തൈയല്ല വലിപ്പമുള്ള തൈയാണെങ്കിൽ വെച്ച ഉടനെ തന്നെ ആ ടോപ്പ് പ്രൂൺ ചെയ്ത് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ടോപ്പിലുള്ളതൊന്ന് പ്രൂൺ ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിപ്പ് വരും. അതിനനുസരിച്ച് വളക്രമം കൂട്ടി കൊടുക്കണം. ഇതിലെല്ലാം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഏത് ഘട്ടത്തിൽ ഏത് വളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു തൈ നടുമ്പോൾ ഇപ്പോൾ വരമ്പുണ്ടാക്കിയതിന് ശേഷം അടിവളമായിട്ട് ജൈവവളങ്ങൾ ഏതെങ്കിലും ഒരു ലെയർ കൊടുത്ത് അതിൻ്റെ മേലെ മണ്ണിടണം നിർബന്ധമായിട്ടും. ഫംഗസ് വരാതിരിക്കാൻ ഞാൻ പറഞ്ഞു മണ്ണിട്ട് കൊടുത്തു. അതിൻ്റെ മേലെ നിങ്ങൾ വളമില്ലാതെയാണെങ്കിലും ഒരു കൈ കൊണ്ടൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഒരു 1/2 സ്പൂൺ വാം
ഒരു നുള്ള എല്ലുപൊടി, കുറച്ച് വേപ്പ് മണ്ണാക്കും, ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കി അതിലിട്ടിട്ട് തൈ വെച്ച് മൂടിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ തല മുറിക്കാം. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, തല മുറിക്കുന്ന അന്ന് ഒരു തരത്തിലുള്ള ജൈവവളോ രാസവളോ ചെടിയിൽ പ്രയോഗിക്കരുത്. കാരണം അതിൻ്റെ മുറിവായാൽ ഫംഗസ് വന്നാലും രാസവളം തട്ടി കെമിക്കൽ തട്ടിയാലും അഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ കൃത്യമായ പരിചരണം കൊടുക്കുക. തൈ ചെറിയ കുഴി ഉണ്ടാക്കിയതിൽ തൈ വെച്ചിട്ട് പിന്നെ ഓരോ 10 ദിവസം കൂടുമ്പോഴും അല്പം മണ്ണ് കയറ്റി കൊടുക്കാൻ നോക്കണം. കാരണം ഇതിൻ്റെ തണ്ടിലൊക്കെ വേര് വരും. ആ ഭാഗത്തേക്ക് കുറച്ചുകൂടി മണ്ണ് ഇങ്ങനെ ക്രമമായിട്ട് നിൽക്കുകയാണെങ്കിൽ ചെടിക്ക് കുറച്ചും കൂടി ഗുണം ചെയ്യും, ഒരു സപ്പോർട്ടുമാണ്. ഇനി ഈ വളം വാരത്തിന് മണ്ണല്പം കൂട്ടി കൊടുക്കുന്ന സമയത്ത് അല്പം പൊടിവളം, ഇപ്പോൾ മണ്ണിര കമ്പോസ്റ്റോ വേപ്പം മണ്ണാക്ക് പോലെ സാധനങ്ങൾ ചെടിയുടെ ചുറ്റും ഒന്ന് വിതറി കൊടുക്കുക. നേരെ കടക്കിൽ ഒരു വളവും വിതറരുത്. ഇങ്ങനെ കൃത്യമായി പരിപാലിക്കുക. ഇനി ചെടിക്ക് ഒരു പുഷ്ടി കുറച്ചും കൂടി പെട്ടെന്ന് ഗ്രോത്ത് കിട്ടണമെങ്കിൽ 2 മണി നമ്മളുടെ യൂറിയ ചെടിയുടെ കിടക്കിൽ നിന്നും 10-15 സെൻറ്റിമീറ്റർ ദൂരെയായിട്ട് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 ദിവസത്തെ ഇടവേളയിൽ ഒരു തൈ നട്ടൊരു 15 ദിവസം കഴിഞ്ഞാൽ DAP വേണമെങ്കിൽ ഒരു 1-2 മണി ചെടികളുടെ ഇടയിൽ, ഒരിക്കലും വേരിൽ ഡയറക്റ്റ് തട്ടാവുന്ന തരത്തിലാക്കി കൊടുക്കരുത്, ഇട്ട് കൊടുക്കുക. ഈ ക്രമം ഇതിങ്ങനെ ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഓരോ 4 ദിവസത്തെ ഇടവേളകളിലും കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് നല്ലവണ്ണം ഡയലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് സ്പ്രെയർ ഉപയോഗിച്ച് ചെടികളുടെ മുകളിലും കിടക്കിലും നിലത്തും കൂടി സ്പ്രേ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കാം. പക്ഷെ ഇതൊക്കെ മഴ ഉണ്ടെങ്കിലും നമുക്ക് മഴ കുറഞ്ഞ നേരത്തെങ്കിലും ഇതൊന്ന് ലീഫ് വഴി സ്പ്രേ ചെയ്യാം. ഇനി അങ്ങനെ മഴയുടെ വല്ലാതെ ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്, വളർച്ചയുടെ കുറവാണെങ്കിൽ മഴ ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് 30-10-10 എന്ന് പറയുന്ന രാസവള മിശ്രിതം കൊടുത്താലും മതി. ഇത് കൃത്യമായി പോയി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ, ഓഗസ്റ്റ് 1 തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെറിയ തോതിൽ പൊട്ടാഷ് വളങ്ങളുടെ ഒരു ഇത് കൊടുക്കണം. കാരണം 13-27-27 എന്ന പുഷ്പിക്കുന്നതിനുള്ള മൈക്രോ ന്യൂട്രിയൻസും NPK എല്ലാം കൂടിയിട്ടുള്ള 13-27-27 അത് ലൈറ്റ് ഡോസ് ഒന്ന് കൊടുക്കുക. അങ്ങനെ അതൊരു ഇതേപോലത്തെ 4 ദിവസത്തെ ഇടവേളകളിൽ മെല്ലെ കൊടുത്തിട്ട്, അത് നിങ്ങൾ ഇക്കൊല്ലത്തൊരു പരീക്ഷണമാണ് നിങ്ങൾക്ക്. കാരണം നമുക്കിവിടെ പാലക്കാടൻ കാലാവസ്ഥയിൽ നമ്മളിങ്ങനെ ഈ രീതിയിൽ ചെയ്തു, നല്ല വിളവ് കിട്ടി. അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്യുന്നത് ഓരോന്ന് ക്രമം. അപ്പോൾ 1-2 ചെടികളെ എപ്പോഴും മാറ്റി നിർത്തണം. ഈ വളക്രമത്തിൽ നിന്നും നിങ്ങളേതായ സ്വന്തമായ ഒരു വളക്രമത്തിലേക്ക് ആക്കിയിട്ട് 1-2 ചെടികൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് നിർത്തുക. അതിലെന്ത് മാറ്റമുണ്ടെന്ന് നോക്കുക. എന്നാൽ അടുത്ത കൊല്ലം നിങ്ങൾക്ക് ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ ഈ വീഡിയോ ഇന്ന് ഒന്നും കൂടി ഇത് റിപ്പീറ്റ് എക്സ്പ്ലെയിൻ ആണ് കേട്ടോ. അത് ചെയ്യാനുള്ള കാരണം എന്നെ കുറേ ചെണ്ടുമല്ലിയുടെ ഈ കൾട്ടിവേറ്റ് ചെയ്യണ കുറേ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ അത് എന്ന് കരുതിയിട്ട് ഒരാളുടെ അഡ്വൈസ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തത്. കാരണം പെട്ടെന്നൊരാൾ വന്നിട്ട് ഇന്ന വളം അടിച്ചാൽ നന്നാവും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പിലുള്ള ഒരാളെങ്കിലും ആ വളം പ്രയോഗിക്കും. അപ്പോൾ അത് ചിലപ്പോൾ അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 19 നന്നായിട്ട് ചെടി മുറിച്ചാണ്ട് അടിച്ചു കൊടുത്താൽ തഴച്ചു വളരുന്ന ഏതോ നഴ്സറിയിലെ ആളുകൾ പറഞ്ഞിട്ട് അവരുടെ 100-800 ചെടി ആകെ കരിഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ ഒരു കാരണവശാലും മുറിച്ച ഉടനെ രാസവളങ്ങൾ അടിക്കരുത്. രാസവളങ്ങൾ അടിക്കണമെങ്കിൽ ഈ മുറി ഉണങ്ങിയതിൻ്റെ ശേഷം. പിന്നെ ഈ മഴക്കാലത്ത് മുറിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. തല മുറിച്ചില്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്ത് ചെടിയിൽ പൂവ് കൂടിക്കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായ വളം കൊടുത്ത് ചെടിയിൽ പൂവ് കൂടിക്കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും ചെടി. അപ്പോൾ അതുകൊണ്ട് വെയിലുള്ള സമയത്ത് പരമാവധി മുറിക്കാൻ നോക്കുക. മുറിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്താലും നന്നായിട്ട് പൂവ് കിട്ടും. എന്നാലും മുറിച്ച് പ്രൂൺ ചെയ്ത് തലപ്പുകളിൽ പൂവുണ്ടാകുന്ന അത്രയും പൂവ് കിട്ടിയൊന്നുമില്ല. പരിചരണം കൃത്യമാവണം. പിന്നെ പുഴുവിൻ്റെ ശല്യമൊക്കെ വരാം, അതൊക്കെ ഒഴിവാക്കുക. മരുന്നടിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെയല്ലേ ഈ രാസ കീടനാശിനി ഉപയോഗിക്കുന്നത്. പുഴു നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സാധനം ഒന്നല്ലാത്തത് കൊണ്ട് പുഴുവിനെയൊക്കെ അങ്ങനെ ചെറുതായിട്ട് വിടുക. ഇനി അങ്ങനെ മരുന്നടിക്കുക എന്നുള്ളൊരു കൃഷിഭവൻ്റെ കൃഷിഭവനിലോ മറ്റോ ചോദിച്ചിട്ടൊരു ഏറ്റവും ചെറിയൊരു കീടനാശിനി, അല്ലെങ്കിൽ കടയിൽ ചോദിച്ചാലും കിട്ടും, ചെറിയൊരു കീടനാശിനി അടിക്കുക. പക്ഷെ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ്. മാസ്കും അതിൻ്റെ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളും ചെയ്യണം. ഇത് പൂവായതുകൊണ്ട് അങ്ങനെ പുഴുവിൻ്റെ വല്ലാതെ പൂവ് പൊട്ടിച്ചെടുക്കുന്നതല്ലേ, കഴിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ കൂടുതൽ അങ്ങനെ നമ്മളെ ഗ്രൂപ്പിൽ ചേർത്ത ആളുകളും ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേര സമയങ്ങളിൽ മെസ്സേജ് അയക്കുക. എന്നിട്ട് റിപ്ലൈ ആ സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള റിപ്ലൈ തരാം. ഇനിയും പൂവ് മേടിക്കണം എന്നുള്ള ആളുകൾ, ഇപ്പോൾ കുറച്ച് തൈകൾ മേടിക്കണം എന്നുള്ള ആളുകൾ നമുക്ക് 15-ാം തീയതിൻ്റെ ഉള്ളിൽ കുറച്ച് തൈ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൊറിയറിന് പറ്റുമോ, വലിപ്പം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നേരിട്ടെടുക്കുന്ന സംവിധാനത്തിൽ വല്ലവരും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്നാലും ഞാൻ പറഞ്ഞു, ഈ പ്രൂണിങ്ങും ഇതും സാധാരണ മുന്നേ പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് പ്രത്യേകം പറയുകയാണ് കേട്ടോ. അതായത് ജൂലൈ 1-ന് തൈ കുഴിച്ചിട്ട ആളുകളുടെ അതേ ക്രമത്തിൽ ഇനി തൈ മേടിച്ച് വെക്കുന്ന ആളുകൾ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് റിസൾട്ട് ലേറ്റായിട്ടാണ് പൂ കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുക. നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് എപ്പോഴും ചിലപ്പോൾ സംശയങ്ങൾ തീർക്കാമില്ല. അപ്പോൾ നിങ്ങളൊരു 4:30-ക്ക് ശേഷം നിങ്ങൾ കോൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്ലൈ തരാൻ സാധിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് എത്തിച്ച് അവരോട് കൂടി കമൻറ്റ് രേഖപ്പെടുത്താനും നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് വേണ്ട നിങ്ങൾ വീഡിയോ കണ്ട് കമൻ്റ് ഇടുന്നതാണ് നമുക്കുള്ളൊരു മോട്ടിവേഷൻ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാൻ. താങ്ക് യു.